ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ ആ ഡൗട്ട് കംപ്ലീറ്റ്ലി എനിക്ക് മാറി കിട്ടി. അങ്ങനെ നോക്കിക്കാണുന്നവരുണ്ട്, പക്ഷേ ട്രേഡിംഗ് ഒരിക്കലും ഗാംബ്ലിംഗ് അല്ല. അതിന് കുറേ ടെക്നിക്കൽ സൈഡ്സ് ഉണ്ട്. വലിയ ബുദ്ധി, ഭയങ്കര സയൻറ്റിസ്റ്റോ ആ രീതിയിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ എൻ്റെ പേര് മാഹീൻ, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നത്. ഞാൻ ഇവിടെ മില്യൺ ഡോട്ട്സിൽ ഓഗസ്റ്റ് ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ട്രേഡിങ്ങിന് ഇൻസ്റ്റാഗ്രാം റീൽസ്, പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയസ് ത്രൂ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കോളേജിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ട്രേഡിങ് എന്തോന്ന് അറിയില്ല, പക്ഷേ ട്രേഡിങ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം, പക്ഷേ എന്തോന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ അറിഞ്ഞത് ഇങ്ങനെ ചാർട്ട് കാര്യങ്ങൾ അങ്ങനെ കുറേ കണ്ടത് സോഷ്യൽ മീഡിയ ത്രൂ ആയിരുന്നു. ട്രേഡിങ് പോസിബിളാണ്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു തോട്ട് ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാവരും കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് മാറി. ട്രേഡിങ് എല്ലാവർക്കും പോസിബിളാണ്. വർക്ക് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ട്രേഡിങ് പോസിബിളാണ്. അത് അവരവരിടുന്ന എഫേർട്ട്, അവർ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരു 2 years 3 years 5 years അങ്ങനെ പോയേക്കാം, പക്ഷേ വർക്ക് ചെയ്ത റിസൾട്ട് ഷുവറാണ്. ഒന്ന് സിസ്റ്റം ബേസ് ചെയ്ത് നമ്മൾ സ്ട്രാറ്റജീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക. പിന്നെ നമ്മൾ മൈൻഡിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, ഞാൻ ഇങ്ങനൊരു സെറ്റപ്പിൽ വന്നാലേ ട്രേഡ് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ട്രേഡ് എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുക, നമ്മളേതൊരു ട്രേഡിങ് സെറ്റപ്പ് പോലെ സിസ്റ്റം അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പിന്നെ ഓവർടേക്ക് ഒരിക്കലും ഇല്ല. അങ്ങനെ നോക്കിക്കാണുന്നവരുണ്ട്, പക്ഷേ ട്രേഡിംഗ് ഒരിക്കലും ഗാംബ്ലിംഗ് അല്ല. അതിന് കുറേ ടെക്നിക്കൽ സൈഡ്സ് ഉണ്ട്. ആ ടെക്നിക്കൽ സൈഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനൊരു ബിസിനസ് രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡെയിലി സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകും. പേഴ്സണലി എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഓഫ്ലൈനാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ കോളേജ് ടൈമിൽ കൊറോണ ബാച്ചായിരുന്നു, അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നില്ല കൂടുതൽ. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓഫ്ലൈനായിട്ട് ചൂസ് ചെയ്തത്. നമ്മൾ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് ക്യാച്ചപ്പ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങോട്ട് വരുന്നതിനും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ട്രേഡിങ് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് പോസിബിൾ ആണോ. ഇത് ഒരുപാട് എന്ന് വെച്ചാൽ വലിയ ബുദ്ധി, ഭയങ്കര സയൻറ്റിസ്റ്റോ ആ രീതിയിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ ആ ഡൗട്ട് കംപ്ലീറ്റ്ലി എനിക്ക് മാറി കിട്ടി. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ ചെയ്യാൻ. ആ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെൻറ്റേഴ്സിന് മാത്രമുള്ള ക്രെഡിറ്റ് അത്. എല്ലാവരും ഒരാൾ പോലും വിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ. ഇത് നാളത്തേക്കൊന്നും മാറ്റി വെക്കുന്നില്ല. ഇന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ക്ലിയർ ചെയ്ത് അത് ഫുള്ളി ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ എപ്പോഴായാലും വൈകിട്ടായാലും രാത്രി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു, ഫ്രീ അല്ലെങ്കിലും ഒന്ന് പറഞ്ഞു തരും. ഫ്രീ ആണെങ്കിൽ നമ്മളിവിടെ വന്നിരുന്ന് അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരും. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാർ ഇല്ല, പെട്ടെന്ന് പൈസ ഇട്ട് പെട്ടെന്ന് പൈസ വാരാ, ആ ഒരു രീതിയിൽ നോക്കിക്കാണുന്നുണ്ട്. പിന്നെ ഭയങ്കര റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലെന്നല്ല, ഹെവി റിസ്ക് ആയിട്ടുള്ള സാധനം ഇതിനകത്തുണ്ട്. അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിസ്ക് നമുക്ക് തോന്നത്തില്ല. നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ റിസ്കിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇതിനകത്ത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ എനിക്ക് തോന്നിയത്. റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ്ങിന്റെ കീ എന്ന് പറയുന്നത്, സക്സസിന്റെ കീ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഈവൻ ഞാൻ തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈമിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നല്ല രീതിയിൽ താഴോട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാറുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ വെക്കും. പിന്നെ ഈ പറഞ്ഞ ഇമോഷണൽ പറഞ്ഞ ട്രേഡ് എൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്ന ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ട്രേഡ് എടുക്കാൻ ഇരിക്കുന്നുണ്ടോ, അതുകൊണ്ട് അങ്ങനെ ട്രേഡ് എടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ മാറി പ്രോഗ്രസ് ആയി. ഇപ്പോൾ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലോട്ട് വന്നാൽ മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. നമുക്കിങ്ങനെ പ്രഷർ ആരും നമ്മൾ പ്രഷർ ചെയ്യത്തില്ല ട്രേഡിങ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡീസ് അനുസരിച്ച് നമ്മൾ ചെയ്യുക. ആരും നമ്മൾ പ്രഷർ ചെയ്യില്ല, നമ്മളെ തന്നെ പ്രഷർ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല വേറെ ആരും നമ്മൾ പ്രഷർ ചെയ്യുന്നില്ല. അത് പിന്നെ പറഞ്ഞാൽ ട്രേഡിങ് ഒരു സിസ്റ്റം ബേസ്ഡൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ടൈം ഫ്ലെക്സിബിൾ ആകുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് ട്രേഡിങ് ചൂസ് ചെയ്യാം. ട്രേഡിങ് ഞാൻ പറഞ്ഞില്ല, ട്രേഡിങ് നമുക്ക് ഒരു ഫുൾ ടൈം ട്രേഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞാൽ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു ബിസിനസ് ഫെയിം എന്നുള്ള ബിസിനസ് രീതിയിലോട്ട് ട്രേഡിങ്ങിനെ കൊണ്ടുപോകാം. അപ്പോൾ ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ട്രേഡിങ് പോസിബിൾ ആണ്. അവർ കാണുന്നില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്ന പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, എന്താണ്ടൊക്കെ ചെയ്യുന്നു, വരയ്ക്കുന്നു. അതല്ല ട്രേഡിങ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിലും കൊണ്ടുപോകാൻ പറ്റും.